കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാടങ്ങാടിയിൽ വേറിട്ട പ്രതിഷേധ സമരവുമായി പ്രദേശത്തെ വീട്ടമ്മമാർ. പ്രദേശത്ത് അനധികൃത മദ്യവിൽപ്പന കാരണം നാട്ടിലും വീട്ടിലും പൊറുതിമുട്ടിയ വീട്ടമ്മമാരും കുട്ടികളും സംഘടിച്ചാണ് പരസ്യമായി പ്രതീകാത്മക മദ്യപാനം നടത്തി പ്രതിഷേധിച്ചത്. ബ്രാൻഡ് ഏതായാലും പോകും, നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് കുടിച്ചോളണേ. ഇവിടെ കിറങ്ങി കിടക്കരുത് കേട്ടോ. പുരുഷന്മാരെ വിളിച്ചോളി. അടുത്തത് അടിച്ചു കുടിക്കായിരിക്കും. ഇത്രയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയല്ലേ, അറിയത്തില്ലേ? എനിക്കൊക്കെ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. ആണോ? നമുക്ക് തുടർച്ചയായിട്ട് ഇത് തന്നെയാ പരിപാടി. ഇവിടെ തന്നെയാ ഇവിടെ തന്നെ കുപ്പി കൊണ്ടുവരും. മറ്റൊരു ആണുങ്ങൾ മറവിലൊക്കെ അല്ലേ കൊടുക്കുക, നമ്മള് മറവിലല്ല, നമ്മള് പരസ്യമായിട്ടായിരിക്കും കൊടുക്കുക. കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാടങ്ങാടിയിൽ ചൊവ്വാഴ്ച രാവിലെ എത്തിയ ഗ്രാമവാസികൾ അമ്പരപ്പിക്കുന്ന ഈ കാഴ്ചയിലേക്കാണ് കണ്ണു തുറന്നത്. തലേ ദിവസത്തെ കെട്ടുമാറാത്ത കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കിയതോടെ ആ കാഴ്ച കണ്ട് ഞെട്ടി. തങ്ങളുടെയൊക്കെ വീട്ടുകാരികൾ ഉൾപ്പെടെ ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അങ്ങാടിയിലെത്തി പരസ്യമായി മദ്യപിക്കുന്നു. അന്തം വിട്ട് കാഴ്ച കണ്ടു നിന്ന പുരുഷന്മാരെയും ഒരു പെഗ്ഗടിക്കാൻ ക്ഷണിക്കാനും അവർ മറന്നില്ല. പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പന കാരണം നാട്ടിലും വീട്ടിലും പൊറുതിമുട്ടിയ തോട്ടക്കാട് ഗ്രാമത്തിലെ സ്ത്രീകളാണ് വേറിട്ട പ്രതിഷേധവുമായി ഒരു നാടിനെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്തത്. അനധികൃത മദ്യവിൽപ്പനയിൽ പ്രതിഷേധമറിയിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക മദ്യവിൽപ്പനയും കൂടിയും ഗ്രാമത്തിലെ മുതിർന്ന അംഗമായ ലീലാമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ പൊറുതിമുട്ടി, നാട്ടിലും പൊറുതിമുട്ടി, എന്നിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും കേട്ടോ. ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങി, എന്നാലും ഞങ്ങൾ ഇനിയും വിൽപ്പനയൊക്കെ നടത്തും. പൊറുതിമുട്ടി അത്രയ്ക്കും സഹിക്കാൻ വയ്യെന്നായി. അതാണ്, അത്രയും വിൽപ്പനയാണ്. ഒന്നും രണ്ടും ഒന്നും അല്ല, പലരും ഉണ്ട്. വീട്ടിൽ ചെന്നാൽ ഒരു കുടുംബത്തിലും ഇല്ല സമാധാനം. രാവിലെ പണിക്ക് പോവുക, അത് കിട്ടുന്നത് ഒരു കള്ളിന് മേടിച്ചു വെക്കുക, വീട്ടിലൊരു സമാധാനം ഇല്ല. ഭൂരിഭാഗവും കൂലിപ്പണിക്കാർ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നവർ നിരവധിയാണ്. കൂടാതെ നാടൻ വാറ്റുചാരായവും സുലഭം. നിരവധി തവണ എക്സൈസിലും പോലീസിലും തെളിവ് സഹിതം നേരിട്ടും ഫോൺ മുഖേനയും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് കാരണമാണ് ഇത്തരത്തിലൊരു സമരപരിപാടിയുമായി മുൻപോട്ട് വന്നതെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ആശാവർക്കർ ശാലി പറഞ്ഞു. സമരം നടത്താൻ കാരണം എന്താന്ന് വിചാരിച്ചാല് ഈ നാട്ടില് വിദേശ മദ്യവും അല്ലാത്ത നാടൻ മദ്യമായിട്ട് വാറ്റുചാരായോ അതുമായിട്ട് നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അത് കഴിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് നല്ലോണം മദ്യപിക്കും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളായി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനും ബാക്കി കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വേറിട്ട ഒരു സമരമുറ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത്. ഇതൊരു സൂചനാ സമരമാണെന്നും ഇനിയും അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കുടുംബശ്രീ ADS സെക്രട്ടറി ജയപ്രഭ പറഞ്ഞു. അപ്പൊ ഇവിടെ വർദ്ധിച്ചു വരുന്ന മദ്യവിൽപ്പന കൊണ്ട് നിരവധി വീടുകളിൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഈ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടുംബശ്രീന്റെ ADS യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു സമരമുറ സംഘടിപ്പിക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ തന്നെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ രീതിയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഞങ്ങൾ ഇതിന്റെ തുടർ പ്രവർത്തനമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. പ്രദേശത്തെ അനധികൃത മദ്യവിൽപ്പനയും തേടി പുറത്തുനിന്ന് പോലും ആളുകൾ വരുന്നത് കാരണം സ്ത്രീകൾക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു. എക്സൈസിലും പോലീസിലും പരാതി കൊടുത്ത് മടുത്ത് അവസാനം സൈകെട്ടാണ് ഇത്തരത്തിൽ പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഈ വീട്ടമ്മമാരും കുട്ടികളും തുനിഞ്ഞിറങ്ങിയത്. അങ്ങാടിയിൽ പ്രകടനവും നടത്തിയ ശേഷമാണ് പ്രതിഷേധ പരിപാടി അവസാനിപ്പിച്ചത്. കുടുംബശ്രീ ADS സെക്രട്ടറി ജയപ്രഭ, ആശാവർക്കർ ശാലി, ലീലാമ്മ, അമ്പിളി, സജ്ന, നിർമ്മല തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.